ഹരിത കർമ്മസേന. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത്. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചത് 2021 ഓഗസ്റ്റ് 1-നാണ്. അന്ന് മുതൽ നമ്മുടെ 17 വാർഡുകളിൽ നിന്നായി നമ്മുടെ ഹരിത കർമ്മസേന അംഗങ്ങൾ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും അവർ വീടുകളിൽ പോയി വേസ്റ്റ് കളക്ട് ചെയ്ത് നമുക്ക് 100% 2 മാസത്തിലൊരിക്കമായിരുന്ന സമയത്ത് നമുക്ക് 100% സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങളിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ച കാരണം ഓരോ മാസവും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വേസ്റ്റ് കളക്ട് ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് 100% സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു 80-90% വരെ യൂസർ ഫീ കളക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ജില്ലയിലെ 100% യൂസർ ഫീ കൈവരിച്ച പഞ്ചായത്ത്. മാതൃകാ പ്രവർത്തനങ്ങളുമായി പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന. അവികസിത രാജ്യങ്ങളെപ്പോലെ തന്നെ വികസ്വര രാജ്യങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത്. ലോക ജനസംഖ്യയിൽ ആദ്യം നിൽക്കുന്ന ഇന്ത്യയെപ്പോലുള്ള ഒരു വികസ്വര രാജ്യത്ത് മാലിന്യ സംസ്കരണം ഒരു സുപ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. പ്രധാനമായും മാലിന്യത്തെ രണ്ടായി തിരിക്കാം: ജൈവ മാലിന്യവും അജൈവ മാലിന്യങ്ങളും. കാർഷിക മേഖലയിൽ ദിനംപ്രതി നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്നതിനാൽ ജൈവ മാലിന്യ സംസ്കരണം എന്നുള്ളത് താരതമ്യേന വെല്ലുവിളികൾ ഇല്ലാതായിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് നിരവധി വലുതും ചെറുതുമായ വെള്ളച്ചാട്ടങ്ങളുള്ളതും ധാരാളം പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളുള്ളതുമായ ഒരു പഞ്ചായത്താണ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ സമ്മാനിക്കാൻ കഴിയുന്ന പഞ്ചായത്താണ് പുഴക്കാട്ടിരി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഹരിത കേരള മിഷന്റെ ഭാഗമായുള്ള ഹരിത കർമ്മസേന നിലവിൽ വന്നത്. 17 വാർഡുകളിലായി 7702 വീടുകളും 629 കച്ചവട സ്ഥാപനങ്ങളുമുണ്ട്. കേരള സംസ്ഥാനത്തിൽ തന്നെ നിലവിൽ പ്രവർത്തിക്കുന്ന ഏക യുവശ്രീ ഗ്രൂപ്പ് സംരംഭമാണ് പുഴക്കാട്ടിരി പഞ്ചായത്തിലെ ഹരിത കർമ്മസേന. ആദ്യഘട്ടത്തിൽ 11 അംഗങ്ങളുമായാണ് സേന പ്രവർത്തനം തുടങ്ങിയത്. നിലവിൽ 10 സ്ത്രീകളും 8 പുരുഷന്മാരും അടങ്ങി 18 അംഗങ്ങളായാണ് സേവനം നിലനിൽക്കുന്നത്. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിന്റെ 17 വാർഡുകളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരണം നടത്തുന്നുണ്ട്. കേരളത്തിൽ അജൈവ മാലിന്യ സംസ്കരണത്തിനായി ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി 2018-ലാണ് ഹരിത കർമ്മസേന രൂപീകരിക്കുന്നത്. പിന്നീട് COVID-19 വ്യാപനം മൂലം നിശ്ചലമാവുകയും ചെയ്തു. 2020-ലാണ് സേന കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് സംരംഭമായി തുടങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടെങ്കിലും കോവിഡ് വ്യാപനം മൂലം കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയ ഒരുപാട് കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവാൻ ഹരിത കർമ്മസേനയ്ക്ക് സാധിച്ചു. ഏറെക്കാലമായി നിർജീവമായിരുന്ന പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയ്ക്ക് 2020-ൽ അധികാരത്തിലേറിയ ഉമ്മുകുൽസു ചക്കച്ചന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ വരവോടെ പുതുജീവൻ ലഭിക്കുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ ജനങ്ങളുടെ നിസ്സഹകരണവും വേതനമില്ലായ്മയും സമൂഹത്തിൽ ഒറ്റപ്പെടലും നേരിട്ടതോടെ സേനാംഗങ്ങൾ ഗണ്യമായി കൊഴിഞ്ഞു പോവുകയുണ്ടായി. ആ കാലഘട്ടത്തിലാണ് ഹരിത സഹായ സ്ഥാപനമായ സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ തെരഞ്ഞെടുക്കുന്നത്. 2021 ഓഗസ്റ്റിൽ മങ്കട നിയോജകമണ്ഡലം MLA ശ്രീ മഞ്ഞളാംകുഴി അലി കുടുംബശ്രീയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ശുചിത്വം എന്ന സംരംഭം ഉദ്ഘാടനം ചെയ്തതോടെ പഞ്ചായത്തിൽ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ഊർജിതമായി. ആദ്യകാലങ്ങളിൽ ജില്ലാതലത്തിൽ ഏറ്റവും അവസാനം നിന്നിരുന്ന സേന കേവല 12 മാസം കൊണ്ട് ജില്ലാതലത്തിൽ 100% യൂസർ ഫീ കൈവരിച്ചുകൊണ്ട് ചരിത്രം കുറിക്കുകയും ചെയ്തു. 2021 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് യുവശ്രീ സംരംഭമായ ഹരിത കർമ്മസേന നിലവിൽ വന്നത്. കുടുംബശ്രീയിൽ സംരംഭമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരികയാണ് ഈ സേന. നമ്മുടെ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ആകെ അവതാളത്തിലായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷമാണ് SVFൻ്റെ ഒക്കെ സഹായത്തോടു കൂടി എല്ലാ വാർഡിലേക്കും ഹരിത കർമ്മസേനയെ നിയമിക്കുകയും എല്ലാ വാതിൽപ്പടി ശേഖരണം തുടങ്ങുകയും ചെയ്തു. ആദ്യഘട്ടത്തിലൊക്കെ യൂസർ ഫീ ലഭിക്കുന്നതിനൊക്കെ വലിയ പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ മെമ്പർമാരൊക്കെ നേരിട്ട് വീടുകളിലൊക്കെ പോയി ക്യാമ്പയിനിലൊക്കെ പങ്കെടുത്ത് മുഴുവൻ ആളുകളിൽ നിന്നും യൂസർ ഫീ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും നമ്മൾ 100%-ലേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് സംസ്ഥാനത്തും ജില്ലയിലൊക്കെ 1-ാം സ്ഥാനത്തെത്തിയതും അവാർഡ് ലഭിച്ചതും. പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനൊപ്പം 18 അംഗ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈ യുവശ്രീ സംരംഭത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ജീവിതോപാധിയാകുന്നു എന്നത് ഈ പദ്ധതിയെ മറ്റു പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു.
പഞ്ചായത്തിന്റെ മികച്ച രീതിയിലുള്ള ഈ പ്രവർത്തനത്തെ മലപ്പുറം ജില്ലയിലെ ഹരിതകർമ്മ സേനാ സംഗമത്തിൽ മലപ്പുറം ജില്ലയിലെ മികച്ച 3ാമത്തെ പഞ്ചായത്തായി കേരള സർക്കാർ അംഗീകരിക്കുകയുണ്ടായി. സെപ്റ്റംബർ 20-ന് ഹരിതമിത്രം സ്മാർട്ട് ഗ്യാബേജ് ആപ്പിന്റെ ഉദ്ഘാടനം നടത്തുകയും ഒക്ടോബർ 25-ാം തീയതി 17 വാർഡിലെ മുഴുവൻ വീടുകളിലും QR കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുകയും ചെയ്തു. 2022 ഒക്ടോബർ മാസത്തിൽ താമസമുള്ള 7702 വീടുകളിൽ നിന്നും ഒരു വീടിന് 50 രൂപ നിരക്കിൽ 3,85,100 രൂപയും 629 കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നായി സ്ഥാപനം ഒന്നിന് 100 രൂപ പ്രകാരം 62,900 രൂപയും യൂസർ ഫീ ആയി ലഭിച്ചതോടെ 2022 നവംബർ 1-ന് മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യവും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത്. 2021 ഓഗസ്റ്റ് മാസം മുതൽ 2023 ഡിസംബർ വരെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ ഇനത്തിൽ 38,64,115 രൂപയും തരംതിരിക്കപ്പെട്ട സാധനങ്ങൾ വിറ്റ വകയിൽ 5,84,947 രൂപയും BGF ഇനത്തിൽ 2,41,510 രൂപയും ഹരിതകർമ്മസേനയ്ക്ക് വേതന ഇനത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. മേൽപ്പറഞ്ഞ കാലയളവിൽ 4,41,218 കിലോ റിജക്റ്റഡ് വേസ്റ്റ് കൈയൊഴിയുകയും 37,272 കിലോഗ്രാം സാധനങ്ങൾ വിൽപ്പന നടത്തുകയുമുണ്ടായി. വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഹരിതകർമ്മസേന സമൂഹത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കടുങ്ങപുരം സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ NSSന്റെ ഭാഗമായിട്ട് സ്കൂളിന്റെ അടുത്തുള്ള വീടുകളിൽ ബയോ ബിന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫുഡ് വേസ്റ്റുകൾ, അതേമാതിരി മത്സ്യത്തിൻ്റെയൊക്കെ വേസ്റ്റുകളെല്ലാം നമ്മുടെ ബയോ ബിന്നിലിടാം. അത് ഇടുന്നതിന് തുടർച്ചയായിട്ട് ഇനോക്കുലം ഇടുകയും വേണം. അപ്പോൾ അത് നമ്മുടെ ചെടികൾക്കും മറ്റു കാര്യങ്ങൾക്കുമുള്ള വളമായിട്ട് അതിനെ ഉപയോഗിക്കാം. തുടർച്ചയായി 15 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഇത് വന്ന് മോണിറ്റർ ചെയ്യാറുണ്ട്. അതിന് എല്ലാ വീടുകളും വളരെയധികം സഹകരിക്കുന്നുമുണ്ട്. വീടുകളിൽ ഉപയോഗിക്കാതെ വച്ചിരിക്കുന്നതും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ, എന്നാൽ ആവശ്യമുണ്ടായിട്ടും അത് വാങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കായി സാധനങ്ങൾ ശേഖരിച്ച് എത്തിക്കുന്നതിനായി കൈത്താങ് എന്ന പേരിൽ ഹരിത സേവാ കേന്ദ്രം പുഴക്കാട്ടിരി MCF-നോട് ചേർന്ന് ആരംഭിക്കുകയുണ്ടായി. ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന വീട്ടുപകരണങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, ഫോൺ തുടങ്ങിയവ മുതൽ 1-2 മണിക്കൂർ ഉപയോഗിച്ച് മടക്കി വച്ചിരിക്കുന്ന വില കൂടിയ കല്യാണ വസ്ത്രങ്ങൾ വരെ കൈത്താങ്ങിൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഹരിതകർമ്മസേനയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഇലക്ഷൻ സമയത്ത് ഹരിത ബൂത്തുകൾ സ്ഥാപിച്ചു. സബ് ജില്ലാ കലാമേളയ്ക്ക് ഹരിത സ്കൂൾ ആക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തി. ഇനിയും ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.